മിക്കവരും പക്ഷേ ഇത് അറിയുന്നുണ്ടാവില്ല, അപ്ലൈ ചെയ്യേണ്ട സമയം അറിയില്ല, എന്താണ് സിലബസ് എന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നേരത്തെ കിട്ടുന്ന ഒരു വീഡിയോ ആണ്. ഇത് അപേക്ഷിക്കാൻ തുടങ്ങുന്ന സമയത്തിനിപ്പുറം അല്ലേ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. PSC തീരുമാനം ഇപ്പോൾ ആയിട്ടുണ്ട്, AMVയെ വിളിക്കാൻ പോവുകയാണ്. Download now CC Learning app. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. ഞാൻ നിയാസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ AMVയുടെ ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് അല്ലേ. പുതിയതായി വരുന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഒരുപാട് കാലത്തിന് ശേഷമാണ് AMVയെ വിളിക്കുന്നത്. കുറച്ച് ഒരുപാട് മുൻവർഷത്തെ നോട്ടിഫിക്കേഷനുകൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ കാലം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു 2-3 മാസങ്ങളായിട്ട് ആളുകൾ ഇപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു. എന്തായാലും ഇപ്പൊ അതിന് തീരുമാനമായിരിക്കുന്നു. AMVA എന്ന് പറയുന്നത് വളരെ ഗ്ലാമറസ് ആയിട്ടൊരു പോസ്റ്റാണ്. ഡിപ്ലോമ ലെവലിൽ ഇതിനായത് ബേസിക് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ. ഈ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ വെച്ച് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റും അതേപോലെ ഏറ്റവും മികച്ച സാലറി സ്കെയിലുള്ള പോസ്റ്റും ആണെന്നുള്ളത് പറയാം. ഡിപ്ലോമ ലെവലിൽ നടക്കുന്ന ഒരു എക്സാം, ആ എക്സാമിൽ നല്ല സാലറി സ്കെയിൽ കിട്ടുന്ന 2 പോസ്റ്റുകളിൽ ഒരെണ്ണാണ് AMVA എന്ന് പറയുന്നതും അതേപോലെ ഒരെണ്ണാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ AMVA ഒരുപാട് പേർക്ക് എഴുതാം. ആർക്കൊക്കെയാണ് ഈ എക്സാം എഴുതാൻ സാധിക്കുന്നത്? മെക്കാനിക്കല്, ഓട്ടോമൊബൈൽ പഠിച്ച ആൾക്കാർക്കൊക്കെ എഴുതാൻ പറ്റത്തില്ലേ? നിലവിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ, മെക്കാനിക്കല്, ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക്. 3 ഇയർ ഡിപ്ലോമ എന്ന് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് സ്റ്റേറ്റ് ബോർഡിന് കീഴിലോ അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ളതിന് 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ ബിടെക് ഹയർ ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും പറ്റും. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിൽ ടൂൾ ആൻഡ് ഡൈ ഉണ്ടോ, അതേപോലെ തന്നെ BVOC ഉണ്ടോ. കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷനിൽ ഇക്വലന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടൂൾ ആൻഡ് ഡൈ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നു. അതേപോലെ BVOC ഓട്ടോമൊബൈൽ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നു. വരികയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും BVOCകാരും അതുപോലെ തന്നെ അവർക്കും എഴുതാം എന്നാണ്. കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ ഈ വർഷവും അതേപോലെ തന്നെ ആയിരിക്കും. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ഈ പ്രാവശ്യം ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്, PSCയുടെ പ്രായപരിധി ഉയർത്തിയതാണ്. പക്ഷെ നിങ്ങൾക്ക് നേരത്തെ ഒരു എക്സാമിൽ 44 വയസ്സല്ലായിരുന്നു. ആദ്യ കാലങ്ങളിൽ 44 ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ PSC എക്സാമില് കഴിഞ്ഞ AMVA എക്സാം എന്ന് പറയുന്നത് 8 വർഷങ്ങൾക്ക് ശേഷം വരുന്ന എക്സാം ആയിരുന്നു. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നോർമൽ ഏജ് ലിമിറ്റ് 36 ആയിരുന്നു. പിന്നെ നോർമലി നമ്മൾ PSC കൊടുക്കുന്ന റിലാക്സേഷന് OBCക്ക് 3 വർഷം, SC/STക്ക് 5 വർഷം അത് ഓൾറെഡി കിട്ടുന്നുണ്ട്. അപ്പൊ ഇപ്രാവശ്യം 36 എന്നുള്ളത് ഇനിയിപ്പോ 40 ആകും എന്നുള്ള പ്രതീക്ഷ. 40 ആകും, 43-ഉം 45-ഉം ആയിരിക്കും നമ്മുടെ ഏജ് വരുന്നത്. അപ്പം ഒരുപാട് പേർക്ക് അറിയാം ഈ ഒരു എക്സാമിന്റെ ഗ്ലാമർ അറിഞ്ഞു, എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം ഈ ഒരു മാസം നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. ഈ ഒരു മാസം നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ആ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ക്വാളിഫിക്കേഷനും അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസും വേണം. ലൈസൻസിന്റെ കാര്യത്തിൽ നിർബന്ധമാണ്. അതിൽ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ ഈ ഒരു പ്രൊസീജിയർ കഴിയുന്നത് വരെ നമ്മുടെ ലൈസൻസ് വാലിഡ് ആയിരിക്കണം. അതിന്റെ ഇടയിൽ വെച്ചിട്ട് ഗ്യാപ്പ് പീരിയഡോ അല്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന പോലുള്ള ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതും കൂടിയും അതിന്റെ കൂടെ തന്നെ ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഒക്കെ സമയത്ത് അല്ലെങ്കിൽ വെരിഫിക്കേഷന്റെ സമയത്ത് നമ്മൾ ലൈസൻസിന്റെ എക്സ്ട്രാക്ട് ആണ് സബ്മിറ്റ് ചെയ്യുക. ലൈസൻസ് അല്ല, DL എക്സ്ട്രാക്ട് എന്നിട്ട് പർട്ടിക്കുലേഴ്സ് എടുക്കാൻ കഴിയും RTOന്റെ സൈറ്റിൽ നിന്ന്. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്യുന്നത്. സോ അതിനിടയിൽ ഗ്യാപ്പ് പീരീഡ് വന്നാൽ അവരെ ലിസ്റ്റിൽ നിന്ന് ആ നിമിഷം ഒഴിവാക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ ഇനി അടുത്ത എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇതിന്റെ ഒരു പ്രോപ്പർ സിലബസ് എന്ന് പറയുന്നത്? ആരൊക്കെ ഇപ്പൊ മെക്കാനിക്കലുകാർക്കും ഓട്ടോമൊബൈലുകാർക്കും എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ 2 സബ്ജക്റ്റ് കൊണ്ടുണ്ടാവും. ബേസിക് ക്വാളിഫിക്കേഷൻ ഇപ്പൊ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ആയതുകൊണ്ടും ടൂൾ ആൻഡ് ഡൈ ഇപ്പൊ ഈ ഒരു സിസ്റ്റത്തിലോട്ട് വരാത്തത് കൊണ്ട് കഴിഞ്ഞ തവണ ക്വാളിഫിക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് മെക്കാനിക്കലും ഓട്ടോമൊബൈലിനും തുല്യ പ്രാധാന്യം നൽകിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈക്വൽ പ്രാധാന്യം തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു 40% ക്വസ്റ്റ്യൻസ്, അതായത് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മെക്കാനിക്കലിൽ നിന്നും 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഓട്ടോമൊബൈലിൽ നിന്നും 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ജോബുമായി ബന്ധപ്പെട്ടുള്ള ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് വരുന്നത്. ജോബ് റിലേറ്റഡ് ടോപ്പിക്സിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉണ്ട്, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ കേരള ടാക്സാക്ഷൻ ആക്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. കൃത്യമായിട്ടൊരു സിലബസ് ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട്. ആ സിലബസ് പ്രകാരം തന്നെ നമുക്ക് കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ അതേപോലെ തന്നെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പം AMVയുടെ സിലബസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് നമുക്ക് അറിയേണ്ടത്, കഴിഞ്ഞ തവണ എത്ര അപേക്ഷകരുണ്ടായിരുന്നു ഈ ഒരു പരീക്ഷയ്ക്ക്? കഴിഞ്ഞ തവണ ലാസ്റ്റ് 10,000 പേരാണ് ഉണ്ടായിരുന്നത്. 10,957 ഏകദേശം 10ന്റെ മുകളിലാണ് അപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത്. ഇൻ ബിറ്റ്വീൻ 11,000 താഴെയായിട്ട്. അതാണ് നിലവിൽ ഇത് ഇത്രയും ഒരു ചെറിയൊരു കൗണ്ടിലോട്ട് കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു ക്വാളിഫിക്കേഷൻ പ്ലസ് ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് വരുന്നത് കൊണ്ടാണ്. കാരണം ഹെവി ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട്.
അതുകൊണ്ടാണ് ഈ ഒരു ഇതിലോട്ട് വരുന്നത്, ഈ ഒരു എമൗണ്ടിലോട്ട് വരുന്നത്. ഒരു 10,000 മാത്രമല്ല, ശരിക്കും മെക്കാനിക്കൽ കഴിഞ്ഞ ഒരുപാട് പേരുണ്ട്. പക്ഷെ പലർക്കും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാവില്ല. കഴിഞ്ഞ തവണ ആദ്യമായിട്ടാണ് ഈ ബാഡ്ജ് നിർബന്ധമാക്കിയത്. ഹെവി ഉണ്ടായിരുന്നു, ആദ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തിലുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തിന് മുന്നേ വരെ ഇതില് വർക്ക്ഷോപ്പിലെ ഒരു വർഷത്തെ ഗവൺമെന്റ് എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരുന്നു. അത് കേന്ദ്ര സർക്കാർ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ എടുത്തു കളഞ്ഞു. അപ്പൊ അത് എടുത്തു കളഞ്ഞത് കൊണ്ട് കേരളം അത് തന്നെ എന്ത് ചെയ്തു, ഫോളോ ചെയ്തിട്ട് ഹെവി ലൈസൻസും കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളം ഹെവി ലൈസൻസ് നിലനിർത്തിക്കൊണ്ട് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് എടുത്തു കളഞ്ഞ് ജോലിക്ക് നമ്മളെ ഒരു അപ്പോയിന്റ്മെന്റ് ആയ ശേഷം ജോലിക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരു 10 മാസത്തെ ഒരു ട്രെയിനിങ് ഇവർക്ക് കൊടുക്കുകയാണ് AMVA ആകുന്ന ആളുകൾക്ക്. അതിൽ എല്ലാം ഉൾപ്പെടുത്തി വർക്ക്ഷോപ്പിലെ ട്രെയിനിങ് ആയിട്ടും അതേമാതിരി തന്നെ പോലീസ് ട്രെയിനിങ്ങിലുണ്ട്, ഇലക്ട്രിക്കൽ വെഹിക്കിളിനെ കുറിച്ചുള്ള ട്രെയിനിങ് ഉണ്ട്. അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന അതിനൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് പ്രകാരം ഒരു ട്രെയിനിങ്, വർക്ക്ഷോപ്പ് ട്രെയിനിങ് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് എടുത്ത് ഒഴിവാക്കുകയാണ് കഴിഞ്ഞ തവണ ചെയ്തത്. ഇപ്രാവശ്യം ഇതന്നെ ആയിരിക്കും ക്വാളിഫിക്കേഷൻ, ഹെവി ലൈസൻസും നമ്മുടെ ഈ ഒരു ക്വാളിഫിക്കേഷനും ആയിരിക്കും വരുന്നത്. അപ്പൊ മിക്കവരും പക്ഷെ ഇത് അറിയുന്നുണ്ടാവില്ല, അപ്ലൈ ചെയ്യേണ്ട സമയം അറിയില്ല, എന്താണ് സിലബസ് അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നേരത്തെ കിട്ടുന്ന ഒരു വീഡിയോ ആണ്. ഇത് അപേക്ഷിക്കാൻ തുടങ്ങുന്ന സമയത്തിന് ഇപ്പുറം അല്ലെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. PSC തീരുമാനം ഇപ്പോൾ ആയിട്ടുണ്ട്, AMVA വിളിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോസ് എത്തിക്കുക. കൂടുതലും ഈ പാസ് ഔട്ട് ആയിട്ട് കുറച്ച് വർഷങ്ങളുള്ള കുട്ടികൾക്കൊന്നും അറിയില്ല മെക്കാനിക്കലിൽ എന്തൊക്കെ PSCയിലുള്ള എന്താ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. പാസ് ഔട്ട് ആകുന്ന ആളുകൾക്ക് ഓൾമോസ്റ്റ് ഡിപ്ലോമ കഴിഞ്ഞ് പാസ് ഔട്ട് ആകുമ്പോൾ അധികം ഹെവി ലൈസൻസ് ഉണ്ടാവില്ല. പക്ഷെ നമുക്കിത് നേരത്തെ വിളിക്കുമെന്ന് പറഞ്ഞാൽ ഹെവി ലൈസൻസ് എടുക്കാൻ ഒരു സമയം ഉണ്ടായിരിക്കും. ഇനിയിപ്പോ നോട്ടിഫിക്കേഷൻ വന്നതിന് മുന്നോടിയായിട്ട് ഹെവി എടുക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ, കാരണം കുറെ ആളുകൾ ഹെവിക്ക് കൊടുത്തിട്ടുണ്ടാവും, ടെസ്റ്റ് പെൻഡിങ്ങിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഹെവി കിട്ടിക്കഴിഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ഹെവി ആയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏകദേശം ഇനിയും നമ്മളൊരു പ്രൊഫൈലിൽ വരാൻ ഒരു മാസത്തോളത്തിന്റെ അടുത്ത് സമയം എടുക്കും എന്ന് തന്നെ. പിന്നെ അപ്ലൈ ചെയ്യുന്ന ഒരു ഡ്യൂറേഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഹെവി എടുക്കാത്തവരുണ്ടെങ്കിൽ ഹെവി അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി സിലബസ് നമ്മൾ പറഞ്ഞു, സിലബസിൽ കഴിഞ്ഞ തവണ സിലബസിന്റെ പരീക്ഷകൾ ഈ ഒരു പ്രാവശ്യത്തേക്ക് സിലബസിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടാവുമോ? സിലബസിൽ വലിയ രീതിയിലൊരു മാറ്റത്തിന് സാധ്യത വളരെ കുറവാണ്. കാരണം അതിൽ മെക്കാനിക്കലിന്റെ ഓൾമോസ്റ്റ് മെക്കാനിക്കൽ 40 മാർക്ക് എന്ന് പറയുമ്പോഴും മെക്കാനിക്കലിനെ ഒരു 10 മാർക്കിന്റെ 4 സെക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഭാഗത്തിൽ നിന്ന് 10 മാർക്ക്, തെർമലിന്റെ ഭാഗത്ത് നിന്ന് 10, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് 10, പിന്നെ മെറ്റീരിയൽസ്, ബോയിലേഴ്സ്, ബിയറിംഗ്സ്, ഗവർണർ, ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒരു 10. അങ്ങനെ മെക്കാനിക്കലിനെ 10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു ഡിപ്ലോമയിൽ പഠിക്കുന്ന മെക്കാനിക്കലിന്റെ സിലബസിലെ ഏകദേശം എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, കോർ സബ്ജക്റ്റുകളെല്ലാം തന്നെ അവിടെ വന്നു പോയിട്ടുണ്ട്. അല്ല, ഡിപ്ലോമ മെക്കാനിക്കൽ വേറെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, മാനേജ്മെന്റ് പേപ്പേഴ്സ് കുറച്ച് വരുന്നുണ്ട്. പക്ഷെ അതല്ല, മെക്കാനിക്കലിന്റെ കോർ പേപ്പേഴ്സ് എല്ലാം തന്നെ സിലബസിൽ വന്നിട്ടുണ്ട്. ദെൻ പിന്നീട് വരുന്ന ഓട്ടോമൊബൈലാണ്. ഓട്ടോമൊബൈലിലും ഈ ഒരു 40 മാർക്ക് എന്ന് പറയുന്നതും 10ന്റെ 4 സെക്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എഞ്ചിന് ബായി ബന്ധപ്പെട്ടത് ഒരു സെക്ഷന്, ഗിയർ ബോക്സും ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട അടുത്തൊരു സെക്ഷന്, ഇലക്ട്രിക്കൽ സിസ്റ്റം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു സെക്ഷന്, പിന്നെ മോഡേൺ ടെക്നോളജീസ്, മോട്ടോർ വെഹിക്കിൾ ആക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് എന്ന സബ്ജക്ട് വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പാടെ ഒരു സെക്ഷൻ. അങ്ങനെ 10ന്റെ 4 സെക്ഷൻസ് ആയിട്ട് ഓട്ടോമൊബൈൽ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയതായിട്ട് നമ്മുടെ ഡിപ്ലോമ സിലബസിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിള്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. അതൊന്നും തന്നെ വലിയ രീതിയിലൊന്നും ഉണ്ടാവില്ല. മാറ്റം ഉണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മളൊരു പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥിക്ക് ഒരു സിലബസ് വന്നില്ല എന്ന് വെച്ച് പഠനമൊന്നും തുടങ്ങേണ്ടി ലാഗാകേണ്ട ആവശ്യമില്ല. നമ്മുടെ മുന്നിൽ വ്യക്തമായ ഒരു സിലബസ് ഉണ്ട്. അത് വെച്ച് നമ്മളിപ്പോ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റും കൂടി ഉണ്ട്. കാരണം ഇനി എന്തെങ്കിലും കാരണവശാൽ സിലബസിൽ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ കൺഫർമേഷൻ വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. ആ 3 മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് ആ ചേഞ്ചിനെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ആ സിലബസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു 3 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിലബസ് ആയിരിക്കണം. കാരണം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും ഓൾമോസ്റ്റ് എല്ലാവരും ജോലി ചെയ്യുന്നവരോ എവിടെയെങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ ആയിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 24/7 എന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഇപ്പൊ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കുറച്ചായിട്ട് നമുക്ക് എന്ത് ചെയ്യാനും പഠിച്ചു തുടങ്ങാൻ നല്ലതായിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ AMVAക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ആദ്യം ആ സിലബസിനകത്ത് ആദ്യം പഠിച്ചു തുടങ്ങേണ്ട പോർഷൻസ് ഏതൊക്കെയായിരിക്കണം? അത് നമ്മൾ ഓരോ ആളുകൾക്കും ഡിപ്പെൻഡ് ചെയ്ത് മാറും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഓട്ടോമൊബൈൽ ബ്രാഞ്ചിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ ക്വാളിഫിക്കേഷൻ ഓട്ടോമൊബൈൽ ഡിപ്ലോമ ആണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമൊബൈലിന്റെ ഭാഗം പഠിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിരിക്കും. മെക്കാനിക്കലിന്റെ ഭാഗം പഠിക്കുക പറയുന്നത് ഇച്ചിരി ടഫുള്ള കാര്യമായിരിക്കും. മെക്കാനിക്കലിനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കലിന്റെ ഭാഗം പഠിക്കുന്നത് സിമ്പിളും
ഓട്ടോമൊബൈലിലെ ഭാഗം എടുക്കുന്നത് കുറച്ച് ടഫുള്ള കാര്യമാണ്. സോ നമ്മളുടെ സ്ട്രെങ്ത് എവിടെയാണ്, നമ്മുടെ വീക്ക്നെസ് എവിടെയാന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എനിക്ക് ഓട്ടോമൊബൈൽ ആണ് ഈസി, ഇതിന്റെ വീക്ക് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെക്കാനിക്കലിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഫസ്റ്റ് പഠിച്ചു തുടങ്ങുക. അങ്ങനെ മെക്കാനിക്കലി പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന പോർഷൻ മെക്കാനിക്കലി ഫസ്റ്റ് തരുന്ന ഫ്ലൂയിഡ് തന്നെയാണ്. ഫസ്റ്റ് വരുന്നത് ഫ്ലൂയിഡ്, തെർമല്. ഇനി ഞാൻ ആ സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന സാധനം എന്താണ്, ഈ ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സ് തന്നെയാണ്. കാരണം അത് പറയാൻ കാരണം മെക്കാനിക്കലിലെ സബ്ജക്റ്റിലും ഓട്ടോമൊബൈൽ പഠിക്കുന്ന കുട്ടിയും പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നതും രണ്ടാമത്തെ മൊഡ്യൂൾ തെർമൽ എന്ന് പറയുന്നതും. അതായത് നമ്മളിപ്പോ ഈ 2 ക്വാളിഫിക്കേഷൻ ഉള്ളതാണെന്ന് പറഞ്ഞാൽ പോലും മെക്കാനിക്കലിന്റെ കുട്ടികളും ഓട്ടോമൊബൈലിലെ കുട്ടികളും എന്ത് പഠിക്കുന്നുണ്ട്, മെക്കാനിക്കലിന്റെ സിലബസും ഓട്ടോമൊബൈലിന്റെ സിലബസും കവർ ചെയ്യുന്നുണ്ട്. പോളിടെക്നിക്കല് ഡിപ്ലോമ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ബിടെക്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ പഠിക്കുമ്പോൾ ഓട്ടോമൊബൈൽ കൂടുതൽ ഡീപ്പായിട്ട് പോവാറില്ല, അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. ഡിപ്ലോമ ലെവലിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒന്നുകൂടി ഫസ്റ്റ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം അത് ഫസ്റ്റ് പറയുന്നത് കുറെ ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ്. ഇപ്പൊ നമുക്ക് ചെറിയ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ പ്രോപ്പർട്ടി എന്നും അതിന്റെ ഇക്വേഷൻ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു ഫസ്റ്റ് പഠിക്കുന്ന സ്ഥലത്ത് ഒരു ചാർജ് കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്, പിന്നീട് അങ്ങ് മൂവ് ചെയ്ത് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ബുക്കുകളോ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ? നമ്മൾ നോർമലി ഡിപ്ലോമയിൽ യൂസ് ചെയ്യുന്ന റെഫറൻസ് ബുക്ക് തന്നെയാണ് ഏറ്റവും റെഫർ ചെയ്യാൻ നല്ലത് എന്ന് പറയുന്നത്. അത് കണ്ടന്റ് പഠിക്കാനായിട്ട് കേട്ടോ, നമ്മൾ MCQ പ്രിപ്പയർ ചെയ്യാനായിട്ടല്ല, കണ്ടന്റ് പഠിക്കാനായിട്ടാണ് പറയുന്നത്. സോ അതിന് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ബെൻസാള്, അതാണ് നോർമലി ബെൻസാളിന്റെ ബുക്കാണ് എല്ലാവരും പറയാറുള്ളത്. ഇപ്പൊ മെക്കാനിക്കലിൽ കുറച്ച് ആളുകൾക്ക് എല്ലാ സബ്ജക്റ്റും നോക്കുകയാണെങ്കിൽ കുറച്ച് ഒരു ബെൻസാളും 2 കുറുമിയും ഒക്കെയാണ് ഉള്ളത് പഠിക്കാനുള്ളത്. അപ്പൊ ആ കുറുമികളുടെ ബുക്ക് കാര്യങ്ങൾ. ഓട്ടോമൊബൈൽ പിന്നെ സ്ഥിരമായിട്ട് നമ്മളെ ഓട്ടോമൊബൈലിന്റെ തലതൊട്ടപ്പ എന്ന് പറഞ്ഞ വേണമെങ്കിൽ പറയാം കൃപാൽ സിംഗ് ആണെന്ന് പറയാം. കൃപാൽ സിംഗ് ബുക്കാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഫുള്ളി കൃപാലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്, ബാക്കിയുള്ള ബുക്സും നോക്കുക. പിന്നെ ഇപ്പൊ PSC ട്രെൻഡ്, PSC ഓരോ വർഷങ്ങളിൽ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇതേ സിലബസിൽ നടന്നിട്ടുള്ള മറ്റ് എക്സാമുകൾ നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, ഒന്നുകൂടി വർക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈയിടെ റീസെന്റ് നടന്ന എന്ത് PSC പരീക്ഷകളാണ് AMBA അപ്പാർട്ട് ഫ്രം AMBA നമ്മൾ ഈ ഒരു ഉദ്യോഗാർത്ഥി നോക്കേണ്ടത്? AMBA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് AMBA എക്സാം കഴിഞ്ഞ തവണത്തെ AMBA എക്സാം സിലബസ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോക്കാം. അതിപ്പോ 2 വർഷത്തോളം എന്തായാലും അതിന് 1.5 വർഷത്തോളം അതിന്റെ മുകളിലായി. ഈ AMBA സെയിം സിലബസ് പ്രകാരം 2 മാസങ്ങൾക്ക് മുന്നേ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലോട്ട് ഒരു ഫോർമാൻ പറഞ്ഞ പോസ്റ്റൽ എക്സാം നടന്നിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഏകദേശം ഈ ഒരു സിലബസ് പ്രകാരം തന്നെയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓട്ടോമൊബൈലും നടന്നത്. മെക്കാനിക്കൽ ആകുമ്പോൾ പ്യൂർലി മെക്കാനിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓട്ടോമൊബൈലാണ്. അത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ AMBA എക്സാം കഴിഞ്ഞതിന് ശേഷം നടന്ന എക്സാംസ് ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാം, ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് റെഫർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മളെ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റുകളുണ്ട് IT-യിലേക്കുള്ള, അതിൽ കുറച്ച് എക്സാംസ് നടന്നിട്ടുണ്ടായിരുന്നു. മോട്ടോർ മെക്കാനിക്കലിലേക്കുള്ള ഡീസൽ മെക്കാനിക്, 2 വീലർ ആൻഡ് 3 വീലർ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ടത്, അതേപോലെ MMV ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഓട്ടോമൊബൈലിന്റെ പാർട്ടിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇപ്പൊ സാറാണെങ്കിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് അതിന്റെ നിയമന നിലയെ പറ്റി പറയാൻ പറ്റും? നിലവിലെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 10,000 ആളുകളാണ് എക്സാം എഴുതിയത്. അതില് എക്സാമില് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്, മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 600 പേരാണ്. അതായത് നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉണ്ട്. ആ ഫിസിക്കൽ വെരിഫിക്കേഷന്റെ കൂടെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസും ഫിസിക്കലും വെരിഫൈ ചെയ്യും. നമുക്ക് ഹൈറ്റും ചെസ്റ്റും പറയുന്നുണ്ട്. ഹൈറ്റ് 165 മിനിമം വേണം, ചെസ്റ്റ് 81 പ്ലസ് 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ വേണം. ഇതൊക്കെ ക്വാളിഫൈ ആയിട്ടുള്ള ആളുകൾ 600 ആണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. ആഫ്റ്റർ ഇന്റർവ്യൂ 604 605 ആയിരുന്നു എന്റെ അക്കൗണ്ട് എന്നാണ് ഓർമ്മ വരുന്നത്. സോ 600 പേരിലാണ് നിലവിൽ മെയിൻ ലിസ്റ്റിലുള്ളത്. ഒരു 400 പേരോളം സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ട്. ഇതാണ് ലിസ്റ്റിന്റെ നിലവിലുള്ളത്. ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് സെപ്റ്റംബർ 2-ാം തീയതി വരെയാണ്. 2027 സെപ്റ്റംബർ 2-ാം തീയതി വരെ, അടുത്ത വർഷം. അതായത് 1.5 വർഷത്തോളം കഴിഞ്ഞു. ഇനി ഒരു 1.5 വർഷം ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. നിലവിൽ 120 അഡ്വൈസ് ആണ് റീസെന്റ് ഇപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ പോയിട്ടുള്ളത്. ഒരു 120ഓളം അഡ്വൈസ് ഇനി പോകാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഇനി ഏകദേശം ഒരു ചെറിയ രീതിയിൽ ഒരു പോസ്റ്റ് ക്രിയേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 60ഓളം പോസ്റ്റ് ക്രിയേഷൻ നടന്നതുകൊണ്ട് ഇനി ഇതിൽ നിന്ന് ലിസ്റ്റിൽ നിന്ന് ഒരു 60ഓളം ആളുകൾ വീണ്ടും പോകും. വീണ്ടും നമുക്ക് ലിസ്റ്റിന് 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ
വരുന്ന റിട്ടയർമെന്റുകൾ വരാനുണ്ട്. 2 റിട്ടയർമെന്റിന് അടുത്ത് ശരിക്കും വരാനുണ്ടാവും. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സഫീഷ്യന്റ് ആയിട്ട് ആൾക്കാർ വേണ്ടതല്ലേ, വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. അത് നമ്മൾ ഇതിൽ ചർച്ച ചെയ്താൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞാൽ ശരിക്ക് ഈ ഒരു വെഹിക്കിളിന്റെ റേഷ്യോവും ആളുകളുടെ സ്റ്റാഫിന് നമ്മളെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫീസേഴ്സിന്റെ റേഷ്യോ നോക്കുമ്പോൾ വളരെയധികം കുറവുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ്. ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കും അറിയാം, ഇതിന് ഫോളോ ചെയ്യുന്ന ആളുകൾക്കും അറിയാം. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇതിനുള്ളത്. അപ്പൊ കുറച്ചും കൂടി കൂടുതൽ ആളുകളൊക്കെ വേണം എന്നൊക്കെ ഗവൺമെന്റ് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും അഡ്വൈസുകൾ പോവാം. ഇനിയും എക്സാമുകൾ, വരുന്ന എക്സാമുകളിലും നല്ല അഡ്വൈസുകൾ സംഭവിക്കാം. അതായത് പുതിയ പദ്ധതികളൊക്കെ ഗവൺമെന്റ് ഈ സുരക്ഷ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരികയാണെങ്കിൽ അല്ലേ തീർച്ചയായിട്ടും നിലവിലുണ്ട്. റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളുണ്ട്. പക്ഷെ ഒന്നും എന്താ പറയാ ഫുള്ളായിട്ട് എഫക്റ്റീവായിട്ട് നടക്കാത്തതിന്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് കൂടുതൽ അഡ്വൈസ് പോകാത്തത്. അത് നടക്കുകയാണെങ്കിൽ ഇനിയും അഡ്വൈസുകൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പം എന്തായാലും പുതിയ ഒരു സർക്കാർ വരികയാണ്. അപ്പൊ കുറേയും കൂടെ ഒക്കെ നിയമനങ്ങൾ ഇനിയും എന്താണ് ഈ ഒരു ഇതിൽ വരും എന്നൊക്കെയാണ് പ്രതീക്ഷയുള്ളത്. ഇനിയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? അതായത് ആദ്യം പുതുതായിട്ട് കഴിഞ്ഞ തവണ AMV ഒന്നും എഴുതാത്ത, ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, PSC ആദ്യമായിട്ട് എഴുതുന്നതോ അല്ലെങ്കിൽ ആദ്യമായി AMV എക്സാം എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിലബസിനെ ഒന്ന് പഠിക്കണം. നമ്മൾ സിലബസിനെ മൊത്തത്തിലൊന്ന് പഠിച്ചിട്ട് നമുക്ക് സിലബസ് എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ ഭാഗത്തു നിന്നുണ്ട്, നമ്മൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു സിലബസിനെ മൊത്തം കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് പ്രോപ്പർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബുക്കിൽ നിന്ന് ഒരിക്കലും ഈ ഒരു സം മൊത്തം ഫോളോ ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ബുക്കുകൾ യൂസ് ചെയ്യേണ്ടി വരും. ഓരോ ടോപ്പിക് ആയിട്ട് തന്നെ നമുക്ക് ബുക്കുകൾ യൂസ് ചെയ്യേണ്ടി വരും. അതേപോലെ മോട്ടോർ വെഹിക്കിൾ ആക്ട്, ഈ ഒരു ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് റീസെന്റ് നമുക്ക് കിട്ടുന്ന ഒരു ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ഒരു PDF എന്ന് പഠിക്കുമ്പോൾ അത് പഴയ കാലത്തെ PDF ആണെങ്കിൽ അതിലുള്ള ഫൈനിന്റെ എമൗണ്ടും അതിലുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നിയമനങ്ങൾ, അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ വെച്ചിട്ടുള്ള രേഖകൾ വെച്ചിട്ട് പഠിക്കുക. അപ്ഡേറ്റഡ് ആയിട്ടുള്ള രേഖകൾ വെച്ചിട്ട് പഠിക്കുക. അതെപ്പോഴും ലോ ബസ് പഠിക്കുമ്പോൾ എപ്പോഴും ബെയർ ലോസ് തന്നെ അതും അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതെ, എല്ലാ എക്സാംസിനും PSC ഇങ്ങനെ ജോബ് റിലേറ്റഡ് പോസ്റ്റുകൾക്ക് അങ്ങനെയാണ് ചോദിക്കാറുണ്ട്. ആ 20 മാർക്ക് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. കാരണം നമുക്ക് ഒരു റാങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടാനും കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ 20 മാർക്കാണ് ആ 1ാമത്തെ റാങ്ക് മുതൽ 600ാമത്തെ റാങ്ക് ആൾ വരെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. 20 മാർക്ക് എന്ന് പറയുന്നത്, അതായത് കട്ട് ഓഫ് 60 വന്ന സമയത്ത് 60-80 ആയപ്പോഴത്തേക്കും ഫസ്റ്റ് റാങ്കിൽ എത്തുകയാണ്. അതായത് ആ 600 വരെ 1000 പേരോളം നിൽക്കുന്നത് വെറും ഒരു 20 മാർക്കിലാണ്. ഒരു 0.33 എന്ന് പറയുന്നത് വളരെ നല്ല ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഏരിയ ആണ്. കാരണം ഒരു 0.33 25-50 റാങ്ക് വരെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇനിയും അങ്ങനെ കഴിഞ്ഞ തവണ നമ്മൾ ഒരുമിച്ചായിരുന്നു, CCയോടൊപ്പം സാറുണ്ടായിരുന്നു, നമുക്ക് ഒരുമിച്ചാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്തത് AMVA. ഈ തവണ AMVA എന്താണ് CC കുട്ടികൾക്ക് കൊടുക്കുന്നത്? നിലവിൽ നമുക്ക് ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസ് മൊത്തം കളക്ട് ചെയ്ത് പഠിക്കുക എന്നല്ലേ പറഞ്ഞത്. അതേപോലെ ഫുള്ള് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, അതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ആദ്യം ആ ഫുള്ള് ക്ലാസ്സസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ടോപ്പിക് വൈസൊന്നും മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം, എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം. ദെൻ അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ ഈ ക്വസ്റ്റ്യനിൽ പാറ്റേണിൽ കാലങ്ങളായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദെൻ ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് റിവിഷനാണ്. കാരണം ഇതൊരു വൈഡ് ആയിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ് മെക്കാനിക്കലിന്റെയും ഓട്ടോമൊബൈലിന്റെയും എന്ന് പറയുന്നത്. സോ ഈ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഒരു തല നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്കും മറ്റേ തല മറന്നു പോവാതിരിക്കാൻ നമുക്ക് റിവിഷൻ എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് വേണം, പ്രോപ്പർ ആയിട്ട് വേണം. ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. പിന്നെ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടി പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയണമെന്നില്ല. കാരണം നിയമങ്ങളാണ്, നമുക്ക് പുതുതായിട്ടുള്ള ഒരു സംഭവമാണ്. മറ്റേത് നമ്മൾ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ ആളുകൾ ഒരു ആളുകളും ഈ നിയമം ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന ആളുകളല്ല. അത് നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് കുറച്ച് സമയമെടുക്കും. നമ്മൾ അവിടെ തെറ്റ് പറ്റാതെ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യുക തന്നെ വേണം. അതെ, അപ്പം CCയുടെ ക്ലാസ്സുകൾ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഈ പറയുന്ന എല്ലാ പുസ്തകങ്ങളും മേടിച്ച് പഠിക്കുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അധ്യാപകർ കൃത്യമായി ക്ലാസ്സിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഈ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും വെച്ചിട്ട് തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും. സെയിം പാറ്റേണിൽ നടന്ന എല്ലാ എക്സാമിനെയും അനലൈസ് ചെയ്തിട്ടുള്ള കൃത്യമായുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളേക്ക് എത്തിക്കുന്നതായിരിക്കും. പുതിയ ബാച്ചാണ് AMVയുമായിട്ട് ഞങ്ങൾ എത്തുന്നത്. താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഈ നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. Thank you. Download now CC Learning app.